ഫ്ലിൻമാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അത്യപൂർവമായ ഒരു കത്തിനെക്കുറിച്ച് മാന്യപ്രേക്ഷകരോട് പറയുക എന്നതാണ് ഇപ്പോഴത്തെ ഉദ്ദേശ്യം. കേരളത്തിലെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടീക്കറാം മീണയെ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ 2 തെരഞ്ഞെടുപ്പുകൾ സ്തുത്യർഹമായ രീതിയിൽ നടത്തി ഖ്യാതി നേടിയ IAS ഓഫീസറാണ്. രാജസ്ഥാനിലെ പിന്നാക്ക പ്രദേശമായ ഒരു കുഗ്രാമത്തിൽ നിന്ന് പഠിച്ചുയർന്നു വന്ന തനിക്കർഷകന്റെ മകൻ. IASൽ മീണയുടെ ബാച്ച്മേറ്റും കേരള കേഡർ IASകാരനും ഉറ്റ സുഹൃത്തുമാണ് ഇപ്പോൾ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. അദ്ദേഹത്തിന് മീണ ഒരു തുറന്ന കത്തെഴുതി. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രിയ ഗ്യാനേഷ്, താങ്കൾ എൻ്റെ ബാച്ച്മേറ്റും കേഡർമേറ്റും ഉറ്റ സുഹൃത്തുമായതിനാലാണ് ഈ കത്തെഴുതുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലവനായ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന അഭിമാനകരമായ സ്ഥാനം നിങ്ങൾ വഹിക്കുകയാണല്ലോ. എൻ്റെ ഒരു സുഹൃത്ത് ഈ സ്ഥാനം വഹിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ആരോഗ്യവും ശക്തിയും നിലനിർത്തുന്നതിനെ സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിങ്ങൾ വഹിക്കുന്നു. ഇങ്ങനെ തുടങ്ങുന്ന കത്തിൽ പ്രകടിപ്പിക്കുന്ന ആശങ്കയെന്തെന്നോ? സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയും പ്രവർത്തനവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് തീർച്ചയായും ആശങ്കാജനകമാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർലമെന്റ് അംഗവുമായ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നീതിയുക്തതയെക്കുറിച്ച് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ധാർമ്മികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമാണെന്ന് ടീക്കാറാം മീണ കൂട്ടുകാരനെ ഓർമ്മപ്പെടുത്തുന്നു. രാഹുൽ ഉന്നയിച്ച കാര്യങ്ങളോട് ഗ്യാനേഷ് കുമാർ പ്രതികരിച്ച രീതി ശരിയല്ലെന്നാണ് മീണ കത്തിൽ പറയുന്നത്. കത്ത് ഇങ്ങനെ തുടരുന്നു: നിങ്ങൾ അവയോട് സത്യം തെളിയിക്കാൻ മുൻകൈയെടുത്തും മാന്യമായും ഉത്തരവാദിത്വത്തോടെയും പ്രതികരിക്കണമായിരുന്നു. പത്രസമ്മേളനത്തിനിടെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമായതുപോലെ ആക്രമണോത്സുകമായിരുന്നു. ഇതോടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുകയാണെന്നും മീണ ചൂണ്ടിക്കാണിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് വിരമിച്ച 272 ഉദ്യോഗസ്ഥരെഴുതിയ കത്തിനെക്കുറിച്ചാണ് ടീക്കാറാം മീണ ഇവിടെ പരാമർശിക്കുന്നത്. ആ കത്ത് തീർത്തും അനാവശ്യവുമായിരുന്നു എന്നും കത്ത് ഭരണകക്ഷിയായ BJP സ്പോൺസർ ചെയ്തതാണെന്നും തോന്നുന്നതായി മീണ പറയുന്നു. ഇതിപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ഉദ്യോഗസ്ഥവൃന്ദത്തെയും ഭരണകക്ഷിയോടടുപ്പമുള്ളവരെന്നും പക്ഷപാതികളെന്നും മുദ്ര കുത്തിയിരിക്കുകയാണെന്ന് മീണ പറയുന്നു. ഈ 272 പേരുടെ കൂട്ടത്തിൽ പലരുടെയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത് ലജ്ജാകരമാണ്. ഒരു പ്രത്യേക പാർട്ടിയെ അനുകൂലിക്കുമ്പോൾ തന്നെ അവർ സിവിൽ സൊസൈറ്റി ബുദ്ധിജീവികൾ എന്ന് വീമ്പിളക്കിയേക്കാം. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ സാധാരണ പൗരന്മാർ അവരെ അഴിമതിക്കാരെന്നും കളങ്കപ്പെട്ടവരുമാണെന്ന് വിളിക്കുന്നു. കത്തിൽ ഇങ്ങനെ തുടരുന്നു: ദുഃഖകരമായ കാര്യം, ഈ ആളുകൾ ഭരണകക്ഷിയോടുള്ള പ്രീതി തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കവചമായി നടിക്കുന്നു. നിങ്ങൾക്കതാവശ്യമായിരിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും തെളിയിക്കാൻ നിങ്ങൾക്കിത്തരം ആളുകളുടെ കത്താവശ്യമുണ്ടോ? ഈ വിരമിച്ച മനോരോഗികളിൽ നിന്ന് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്നാണ് മീണ ഗ്യാനേഷിനോട് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരം ആളുകളുടെ കവചം ആവശ്യമുണ്ടോ? തീർച്ചയായും ഇല്ലെന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് കത്തിൽ പറയുന്നു. TN ശേഷൻ നിങ്ങളുടെ മുൻ CECമാരായ ഖുറേഷി സാഹാബ്, OP റാവത്ത്, സുനിൽ അരോറ, അശോക് ചൗള തുടങ്ങിയവർ നിങ്ങളിരിക്കുന്ന കസേരയുടെ അന്തസ്സിന് കളങ്കം വരുത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നും മീണ ചൂണ്ടിക്കാണിക്കുന്നു. അന്തസ്സിൽ വിട്ടുവീഴ്ച താൻ അവരോധിച്ചിട്ടില്ല എന്ന് പറയുന്ന മീണ താനും ടീമും പുലർത്തിയ നിഷ്പക്ഷതയും നിർഭയതവും പൊതുജനങ്ങളും എല്ലാ പാർട്ടികളിലെയും അംഗങ്ങളും ഇപ്പോഴും ഓർക്കുന്നു എന്ന് പറയുന്നു. കത്തിൽ ഇതുകൂടി ചേർക്കുന്നു: ഞങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പിലാക്കി. ചട്ടലംഘനങ്ങൾക്ക് മിക്കവാറും എല്ലാ പാർട്ടികളിലെയും പ്രധാന നേതാക്കൾക്കെതിരെ നടപടിയെടുത്തു. ഇതിൽ BJP സംസ്ഥാന തലവൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി, കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാവും ഉൾപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് പോലും തന്റെ അനുമതിയോടെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഭരണഘടന ആർട്ടിക്കിൾ 324 ഇതിന് ഇത്രയധികം അധികാരം നൽകുന്നു. എന്നാൽ അവ എങ്ങനെയും എപ്പോഴൊക്കെ ഉപയോഗിക്കണമെന്നത് ആ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയുടെ ഇച്ഛാശക്തി, നിശ്ചയദാർഢ്യം, നിഷ്പക്ഷത എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തസ്സും നിഷ്പക്ഷതയും പുനഃസ്ഥാപിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ ആശംസകൾ നേരുന്നു എന്ന് കൂട്ടുകാരന് ടീക്കാറാം മീണ
അറിയിക്കുകയാണ്.